ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബ്ലോഗല്ല, ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോണത്. കുറേ നാളെ KSRTCയിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് പാലക്കാട് വരെ പോവുകയാണ്. അപ്പോൾ ഇനി പോകാൻ മടിയുള്ള കാരണമാണ് ബസ്സിൽ പോണത്. KSRTCയിൽ പുതിയ BS6 വണ്ടിയിലേക്ക് കയറിയിട്ട് പുതിയ വണ്ടി ഇറങ്ങിയിട്ട് കയറിയില്ല ഇതുവരെ. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ അതിൽ ട്രാവൽ ചെയ്യണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് പാലക്കാട് പോകാൻ പെട്ടെന്നൊരു ചെറിയൊരു പരിപാടി ഒന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ നിന്ന് 4:15 ബസ് വരുന്നത്. ഏത് വണ്ടിയാണെന്ന് അറിയില്ല, സ്വിഫ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കർണാടക ഡിസൈനിലുള്ള വണ്ടി വല്ലതും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതാകുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ട്രാവലിംഗ് മടുപ്പുണ്ടാവില്ല, സീറ്റിംഗ് നല്ല കംഫോർട്ടായിരിക്കും. അത് രണ്ടിൽ ഏതെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ 3:45, ഒരു 20 മിനിറ്റും കൂടെ ഉള്ളൂ. ഗൈസ്, ലോ ഫ്ലോർ കാണുമ്പോൾ നല്ലൊരു വൃത്തി കഴുകിയെന്ന് പോകാം കേട്ടോ. കുറച്ച് മിനിങ്ങി നിൽപ്പുണ്ട്. അയ്യോ, ഇതാണോ ഇതല്ല, ദൈവമേ ഇതല്ല ഗൈസ്, ഇതുമല്ല ഗൈസ്. നമ്മളെ വണ്ടി എത്തി. സ്വിഫ്റ്റ് ആണെങ്കിൽ സ്വിഫ്റ്റ് വ്യക്തമായി മോങ്ങിയിരിക്കുന്നു ഗൈസ്. ഗൈസ്, 4:15 ബസ് എടുക്കുന്ന പറഞ്ഞാൽ 4:05 ബസ് എടുത്തിട്ടുണ്ട്. ഫോണ് കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്ന നല്ല ടെൻഷനുണ്ട്. ജീവൻ പണയം വെച്ചാണ് ഞാൻ ഫോൺ പിടിച്ച് ചെയ്യണത്. 4:55 ആറ്റിങ്ങൽ. വണ്ടി നിർത്തിയിട്ടേക്കാണ്, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ട്രാവലിംഗ് ടൈം എന്ന് പറയുമ്പോൾ 4 to 4 4 മണിക്ക് കയറി വൈകിട്ട് 4 മണിക്കാണ് എത്തുന്നത് മണ്ണാർക്കാട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച വണ്ടി കിട്ടിയില്ല. പിന്നെ ഉള്ള വണ്ടിയിൽ നമുക്ക് തൃപ്തിപ്പെട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തറയെ തൊടാതെ ഓട്ടിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏറി നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് തറയെ വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏറി പോകും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് വരും. വയലാണോ? തലയിൽ കൂടെ പൊട്ടി വീഴുന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. അയ്യോ, നല്ലൊരു
നമ്മളെ പരിപാടിയെ കഴിഞ്ഞ് മണ്ണാർക്കാട് തിരിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് എറണാകുളത്ത് പോകാൻ. അങ്ങോട്ട് പോയതൊന്നും പറയണ്ട. നടുവില്ല, ചന്തിയുമില്ല, രണ്ട് കാലുമില്ല, തല മാത്രം. അതുകൊണ്ട് കൂടുതലൊന്നും ചേരാൻ പറ്റില്ല. ഫുൾ ഉറക്കമായിരുന്നു. അവർ 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് എത്തിയത് 6 മണിക്കാണ്. അപ്പം തിരിച്ചു പോകുമ്പോഴെങ്കിലും സ്വിഫ്റ്റോ പുതിയ KSRTC പ്രീമിയമോ എന്തെങ്കിലും കിട്ടുമല്ലേ എന്ന് നോക്കാം. അങ്ങനെ പാലക്കാട് ടു എറണാകുളം ബസ് കിട്ടി. ഒന്നും പറയില്ല, സീറ്റൊന്നും ഒഴിവില്ല, ഫുള്ള് ബുക്കിംഗ് ആണ്, റിസർവേഷനാണ്. അപ്പം 4.5 മണിക്കൂർ ഒറ്റ നിപ്പിൽ നിൽക്കുവാണ്. അങ്ങോട്ട് പോകുമ്പോൾ അറിയാം കാലുണ്ടാവില്ല. എറണാകുളത്ത് നിന്ന് 2.5 മണിക്കുള്ള സ്വിഫ്റ്റിന് കയറി. ഭാഗ്യത്തിന് സ്വിഫ്റ്റ് കിട്ടി ഫൈനലി. ബസ് 2.5 മണിക്കൂർ പെട്ടെന്നാണ് വണ്ടി കിട്ടുന്നത്. ലാസ്റ്റ് മിനിറ്റിലാണ് ഇങ്ങോട്ട് എറണാകുളത്ത് നിന്ന് ലാസ്റ്റ് മിനിറ്റാണ് വണ്ടി കിട്ടിയത്. ഇപ്പോൾ ഒരു റിലാക്സേഷനുണ്ട്. ഇപ്പോൾ റിലാക്സേഷനുണ്ട്. അത്ഭുതം. KSRTC സ്വിഫ്റ്റിന് 3 തലമുറ. പഴയ വണ്ടി, സ്വിഫ്റ്റ്, ഏറ്റവും പുതിയ വണ്ടി. എന്ത് രസം കാണാൻ. അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം. ആദ്യം ഫോണിലൊക്കെ റീൽസൊക്കെ കണ്ടുന്ന സമയത്ത്, ഇറങ്ങിയ സമയത്ത് എല്ലാവരും കർണാടക മോഡൽ വണ്ടിയാണ്, കൊള്ളത്തില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. ഡിസൈൻ കൊള്ളൂല. പക്ഷേ ഞാൻ അന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക്, ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ടു, അടുത്തുനിന്ന് കണ്ടു. ഒപ്പം എന്നാ ഭംഗിയാണ് വണ്ടി കാണാൻ. അതുമാത്രമല്ല, വണ്ടിക്ക് നല്ല വീതിയുണ്ട്, നല്ല തലയെടുപ്പുണ്ട് വണ്ടി കാണാൻ, നല്ല രസമാണ്. പിന്നെ സ്വിഫ്റ്റ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ച് കംഫോർട്ട് കൂടുതലാണ്. സീറ്റിംഗ് കംഫോർട്ടാണെങ്കിലും നമുക്ക് ഈ വണ്ടിയിൽ അത്ര അലപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം പുതിയ വണ്ടി ആയതുകൊണ്ടാണ്. വണ്ടി വേണ്ട, ഇമ്മാതിരിയാണ് വണ്ടി ഓടിക്കുന്നത്. കൊണ്ട് ഇറക്കും. ചില സമയം വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇതെങ്ങാനും പൊട്ടി തലയിൽ കൂടെ വീഴും.
എന്നുള്ളൊരു അവസ്ഥയിൽ വിചാരിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ തന്നെ ഭയങ്കര നോയ്സ്, കട്ടലൊക്കെ വീഴുമ്പോൾ ഭയങ്കര നോയ്സ്, ഡോറടി. അത് സ്വിഫ്റ്റ് ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നപ്പോൾ നമ്മൾ എന്തായാലും ഒരു 5-5.5-6 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു. പക്ഷേ ഒരു കുഴപ്പമില്ല, ഒരു നടുവേദനയോ നമുക്ക് ബാക്ക് പെയിനോ അങ്ങനെ ഒന്നുമില്ല, പിന്നെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇത്രയും 10 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നൊരു വണ്ടിയിൽ സീറ്റിംഗ് എങ്കിലും നന്നായിട്ട് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ടീ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ കണ്ടക്ടറായിട്ട് സംസാരിച്ചായിരുന്നു. സംസാരിച്ചപ്പോഴത്തേക്കും എന്തോ പറ്റി ലേറ്റ് ആയത്, ഇതിപ്പോൾ ബ്ലോക്കാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ വണ്ടി വലിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ നല്ല വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ കണക്ക് വെച്ചിട്ട് വണ്ടി വലിക്കുന്നതല്ലേ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 1-1.5-2 മണിക്കൂർ നേരത്തെ ഇവിടേക്ക് എത്തിയതിന്, നേരത്തെ ട്രിവാൻഡ്രത്ത് റീച്ച് ആകാനാണ് പറഞ്ഞത്. എന്തായാലും KSRTC ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അടുത്തായിരിക്കും ലിങ്ക് ബസ്, 2 ലിങ്ക് ബസ്സിൽ കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വിചാരിച്ചാണ് പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ കിട്ടിയില്ല. ഇതിൽ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കുറേ വീഡിയോ. എങ്ങനെ പോയാലും ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് പോയപ്പോൾ തന്നെ ഒരു 6-7 പ്രാവശ്യം ഞാൻ കിടന്ന് ഉറങ്ങി കാണും, നടുവേദന കാരണം. വെള്ളം കുടിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം രാവിലെ 4:00 കയറിയതാണ്, ഒന്നിനും പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാം മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് KSRTCയിൽ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ ലിങ്ക് ബസ്സിൽ കയറണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പം എങ്ങനെയെങ്കിലും ഞാൻ അടുത്തൊരു ട്രാവലിൽ ഞാൻ അതെന്തായാലും കയറിയിരിക്കും. ഇങ്ങനത്തെ ഒരു ബസ്സിൻ്റെ ട്രാവലിംഗ് വീഡിയോ ഇഷ്ടം പോലെ പേര് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാനും ചെയ്യും ഒരാഗ്രഹം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അടുത്ത വർഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, KSRTC വണ്ടി കഴുകുന്ന കാഴ്ചകൾ.
നമ്മൾ അടുത്ത പ്രാവശ്യം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിൽ കയറുന്നതായിരിക്കും ഗൈസ്. നമുക്ക് മിസ്സായി പ്രീമിയം.